കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കെ മുരളീധരൻ നടത്തിയ പത്രസമ്മേളനത്തിലെ പ്രതികരണമാണിത്. ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി. നിങ്ങളിപ്പോ സ്ഥലം ചൂണ്ടിക്കാണിച്ചു തന്നാൽ കാശ് സ്ഥലം സൗജന്യമായിട്ട് തരണ്ട. സർക്കാർ നിശ്ചയിക്കുന്ന ആ പണം കൊടുത്ത് ഞങ്ങൾ ആ സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുക്കാം. അല്ല, ഫണ്ടിന്റെ കാര്യം നിങ്ങൾ പേടിക്കണ്ട. സ്ഥലം കിട്ടിയാൽ വീട് വയ്ക്കാനുള്ള കാശുണ്ട്. വീട് വയ്ക്കാനുള്ള കാശൊക്കെ ഉണ്ടാക്കാൻ കോൺഗ്രസിനുള്ള കഴിവുണ്ട്. കോൺഗ്രസിന്റെ മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം നടക്കാത്തത് സർക്കാർ ഭൂമി കണ്ടെത്തി നൽകാത്തത് കൊണ്ടാണെന്നാണ് മുരളീധരന്റെ വാദം. ഒരാഴ്ച മുന്നേ ടി സിദ്ദിഖ് പറഞ്ഞത് ഞങ്ങൾ ഭൂമി കണ്ടെത്തി, വീട് നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നാണ്. ഒരു മാസം മുന്നേ പുതുതായി ചുമതലയേറ്റ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞത് സർക്കാരിന്റെ വീട് നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുന്നേ KPCC കണ്ടെത്തിയ സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെ 30 വീട് പൂർത്തിയാക്കുമെന്നാണ്. സർക്കാർ പുനരധിവാസ ഭൂമിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണിത്. രാപ്പകലില്ലാതെ തൊഴിലാളികൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതുവർഷത്തിൽ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ജനതയെ പുതിയ വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്ന വാക്ക് സർക്കാർ പാലിക്കുമെന്നത് തീർച്ചയാണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. കോൺഗ്രസിന്റെ ലീഡറായ കെ കരുണാകരന് സ്മാരകം പണിയാനായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അനുവദിച്ച 37 സെന്റ് ആണിത്. അന്നത്തെ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയായിരുന്നു. സ്മാരകത്തിന് തറക്കല്ലിട്ടതോ AK ആന്റണി. പക്ഷേ ഇട്ട കല്ലും വെച്ച പോടും കാട് മൂടിയതല്ലാതെ വേറൊന്നും നടന്നില്ല. കോൺഗ്രസിന്റെ കഴിവുകേട് നേതാക്കൾ തന്നെ തുറന്നു സമ്മതിച്ചു. ക്ഷീണമാണ് നമുക്ക്. ഇത്രയായിട്ടും നമുക്ക് ലീഡറുടെ പേരിൽ ഒരു സ്മാരകം കെട്ടിപ്പൊക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് പാർട്ടിയുടെ ദൗർബല്യമായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. പത്രങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം കേരളത്തിലെ കോൺഗ്രസിനെ പരിഹസിക്കുകയാണ്. കോൺഗ്രസുകാരെ പരിഹസിക്കുക. ഈ നാണക്കേടിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ സുധാകരനോട് പറഞ്ഞതുപോലെ കെ കരുണാകരൻ സ്മാരക മന്ദിരം അതിന്റെ പ്രവർത്തനം ആരംഭിക്കണം. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കണം. രമേശ് ചെന്നിത്തലയും VD സതീശനും ഫൗണ്ടേഷൻ ചെയർമാനായിരുന്ന കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നത് കെ മുരളീധരൻ തന്നെയാണ്. 3 തവണയായി 7 കോടിയിലേറെ രൂപ പിരിച്ചെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്ന കണക്കാണ്. 10 വർഷത്തിലേറെയായി തിരുവനന്തപുരം നഗരത്തിന്റെ കണ്ണായൊരിടത്ത് 37 സെന്റ് സ്ഥലവും കോൺഗ്രസുകാരുടെ തന്നെ കണക്ക് പ്രകാരം 7 കോടിയോളം രൂപയും കയ്യിലുണ്ടായിട്ടും സ്വന്തം നേതാവിന്റെ സ്മാരകത്തിനൊരു ചുമര് വെക്കാൻ കഴിയാത്ത കോൺഗ്രസിന് സാധാരണക്കാരന്റെ പണത്തിനും വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരിനും എങ്ങനെ കണക്കുണ്ടാവാനാണ്?